ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ സ്നാക്കുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, ചെമ്മീൻ പോള. അപ്പോൾ നമുക്ക് ചെമ്മീനും അതുപോലെ ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എണ്ണക്കടികളൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീൻ പോളക്കായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെമ്മീനൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ എടുക്കരുത്, കാരണം നമ്മൾ ആ ഒരു ചെമ്മീനുമായിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം സവാള എടുക്കാനായിട്ട്. ഒരുപാട് സവാളയും ചെമ്മീൻ കുറവാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഫില്ലിങ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇത് എരിവിൽ ആവശ്യത്തിനുള്ള ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത ചെമ്മീൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചെമ്മീൻ നമുക്ക് ഈ ഒരു സവാള വഴറ്റിയതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും നല്ലതാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ചൊരു വലിയൊരു ബൗളിലേക്ക് നമുക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ്സോളം പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പച്ചമുളകും മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി മുട്ട ആവശ്യമായിട്ട് വരും. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം 3 മുട്ട എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതുപോലുള്ളൊരു സോസ് പാനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോള ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു 12 ബ്രെഡ് സ്ലൈസാണ് ഞാൻ ഈ ഒരു പാനിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാൻ ഇതിലും കുറച്ചുകൂടി ചെറുതാണെങ്കിൽ ഇത്രയും ബ്രെഡിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ പാനിന് വലുപ്പത്തിനനുസരിച്ച് മുട്ടയുടെയും അതുപോലെ ബ്രെഡിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മുട്ടയും പാലും കൂടിയുള്ള മിക്സിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസ് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് പഫ്സ് പോളയൊക്കെ ചെയ്തില്ലേ, ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് എല്ലാ വശത്തും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഫസ്റ്റ് ലെയർ. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. ഒരുപാട് സൈഡിലേക്ക് പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക. നടുഭാഗത്തായിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് പഫ്സ് പോള ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ മുട്ടയുടെ ബാറ്ററി തീർന്നതുകൊണ്ട് ഞാൻ ഒരു മുട്ട കൂടി പൊട്ടിച്ച് വെച്ചു, കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പഫ്സ് പോള കഴിഞ്ഞ റമദാനിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ട്രൈ ആക്കി നോക്കുക. അപ്പോൾ എല്ലാ ഹോൾസൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന മുട്ടയുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ
കുറച്ച് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും കുറച്ച് മല്ലിയില, ക്യാപ്സിക്കം ഇതൊക്കെ വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അടിവശം ഒട്ടും കരിയാതെ കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ കണ്ടില്ലേ സൈഡൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. സൈഡിലൂടെ കുറച്ച് ഗീ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തായാലും ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്